ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. ഒന്നാം ജുസ് 156 ശർവാനി നോക്കാം ഇക്റഹു എന്നുണ്ടതിൽ. മുസഫ് മുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലേ മടിക്കല്ലേ. അറബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. ഖൽയൂബില്ലത് ജായിസാണെന്നുണ്ട്, ശർവാനിയും അത് തന്നെ പറയുന്നുണ്ട്. എഴുതാം അതിന്ത്യൻ ഭാഷയിൽ എന്നുണ്ട്, റംലി ഇമാമത് കൊണ്ട് ഫത്വയുമുണ്ട്. എഴുതൽ ഹറാം എന്നുള്ളതാ പ്രാബല്യവും, ഇബ്നുൽ ഹജർ തങ്ങൾക്കതാണ് അനുഭാവവും. മുസ്ഹഫ് വരുന്നത് കണ്ടു നീ എഴുന്നേൽക്കണേ, തൗറാത്തു കണ്ടെഴുന്നേറ്റു നബിയെന്നോർക്കണേ. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസ്ഹഫിൽ, ഇബ്നുൽ ഹജർ പറയുന്നു തന്റെ ഫതാവയിൽ. ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിരിക്കലും പതിവാക്ക്. ഖിബ്ലാക്ക് നേരെ ഇരിക്കലും വേണ്ടും അതാ, ചാരാതെ നേരെ ഇരുന്നു തന്നോദേണ്ടതാ. മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചോദേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ. നിവൃത്തിയുള്ള സ്ഥലത്തിരുന്നോദേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ. ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദോഷമില്ലെന്നുള്ളതാ. അഴകുള്ള വസ്ത്രം കൊണ്ടു നീ ചമയേണ്ടതാ, നീരാജ സദസ്സിൽ എന്ന മട്ടിൽ വേണ്ടതാ. 40 ദിനത്തിൽ 30 തീർക്കേണ്ടതാ, 40 കവിഞ്ഞാൽ ഇക്റഹു എന്നുള്ളതാ. തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ, അത് മുഫ്ലിഹൂൻ വരെയെങ്കിലും ഓതേണ്ടതാ. മുസ്ഹഫ് നീ നോക്കാതോതിയാൽ ഫലമായിരം, അത് നോക്കിയോതതിലുണ്ടടോ 2000. ഹിക്മത്ത് ദാ ഞങ്ങൾക്ക് നീ ദയ്യാനേ, നിത്യം അതേറ്റി തരണമേ മന്നാനേ. ഗുണം ചെയ്യണേ നിനക്കുള്ള നബിമേലെന്നും എന്നുള്ളതാണ് പറയുവാൻ എനിക്കെന്നും.